നമസ്കാരം, എൻ്റെ പേര് മനോജ്. മനോലയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിധിയിൽ വിശ്വാസമുണ്ടോ? അതോ നമ്മൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സൃഷ്ടാക്കൾ എന്നുള്ള വിശ്വാസത്തിലാണോ നിങ്ങൾ ജീവിക്കുന്നത്? ഇത് എന്തിരുന്നാലും നമ്മൾ പലവട്ടവും നമ്മുടെ ജീവിതത്തിൽ തന്നെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന പല അവസരങ്ങളും ഉണ്ടായിരുന്നു. കാരണം നല്ലത് സംഭവിക്കുമ്പോഴൊക്കെ നമ്മളത് നമ്മളുടെ കഴിച്ചെടുത്ത് നമ്മൾ തന്നെയാണ് അത് ചെയ്യുന്നതെന്ന് വിശ്വസിക്കുകയും ദുഃഖകരമായിട്ട് മോശമായിട്ടുള്ള എന്ത് സംഭവിക്കുമ്പോഴും നമ്മളത് വിധിയുടെ പുറത്ത് വഴിചാരുകയും ചെയ്തിട്ടുണ്ട് അല്ലേ? നമ്മൾ ആലോചിച്ച് നോക്കി. ഇത് എല്ലാവർക്കും സംഭവിക്കുന്ന തന്നെയാണ്, ഇതിൻ്റെ തെറ്റൊന്നുമില്ല. അത് അടിസ്ഥാനപരമായി നമ്മളതിനെ മനസ്സിലാക്കാത്തതുകൊണ്ട് സംഭവിക്കുന്നതാണ്. ജപ്പാനിൽ ഒരു സ്ഥലത്തൊരു സന്യാസി ഉണ്ടായിരുന്നു. ഈ സന്യാസിക്ക് അത്യാവശ്യം ശക്തികളൊക്കെ ഉണ്ടാവുള്ളൂ. അത് ഫലത്തിന് ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു. ആത്മീയമായിട്ട് കുറേ സാധനങ്ങൾ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അപ്പം ഇതിനെ ഒന്ന് പരീക്ഷിക്കാനായി അവിടുത്തെ ഒരു കുട്ടി സന്യാസിയെ ഒന്ന് പറ്റിക്കാൻ തീരുമാനിച്ചു. ഒരു കുസൃതി കാണിക്കാനായ ഇലയിൽ കുട്ടി ഒരു തുമ്പിയെ പിടിച്ചിട്ട് സന്യാസിയെ സന്ദർശിക്കാൻ പോയി ആ സ്റ്റോപ്പിൽ. അവിടെ ചെന്ന് സന്യാസിയുടെ അടുത്ത് ചോദിച്ചു, അപ്പൂപ്പ, ഇതിന് ഈ തുമ്പി ജീവനുണ്ടോ അതോ ചത്തതാണോ? സൂത്രം മനസ്സിലായ സന്യാസി ഒന്നും മിണ്ടിക്കില്ല. കുട്ടിയെ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സന്യാസി ഇത് ചത്തതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ തുറന്നു വഴി ജീവനുണ്ടെന്ന് പറഞ്ഞാൽ ഇതിനെ ഞെരിച്ചു കൊല്ലാനോ ആയിരുന്നു കുട്ടിയുടെ ഉദ്ദേശം. ഇതറിഞ്ഞ സന്യാസി കൊടുത്ത ഉത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ ആൻസർ ലൈസ് ഇൻ യുവർ ഹാൻഡ് എന്നാണ്. ദ ആൻസർ ഇസ് ഇൻ യുവർ ഹാൻഡ്. നിന്റെ കയ്യിലാണ് അതിന് ഉത്തരവുണ്ടെന്നുള്ള. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ വിധിയാണോ അതോ നമ്മൾ തന്നെയാണോ എൻ്റെ സൃഷ്ടാക്കൾ എന്നുള്ളതിനൊപ്പൊരു ഇത് തന്നെയാണ്. കാരണം ഇതെല്ലാം തീരുമാനിക്കുന്നത് നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്നതനുസരിച്ചാണ്. ഉത്തരം നമ്മുടെ കയ്യിൽ തന്നെയാണ്. പക്ഷെ ഇതും ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതാണ്. കാരണം നമ്മളുടെ കയ്യിലാണെന്ന് പറയുമ്പോഴും നമ്മൾ വിചാരിക്കാത്ത കുറേ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് എന്തുകൊണ്ട് കടന്നു വരുന്നു എന്നുള്ളതായിരിക്കാം നമ്മളെ ചിന്തിപ്പിക്കുന്നത്. അതിന് ഉത്തരം നമ്മൾ പ്രപഞ്ച നിയമം അനുസരിച്ച് ജീവിക്കണം എന്നുള്ളതാണ്. എന്നാൽ വെറുതെ അത് തുടങ്ങാൻ പറ്റുമോ പ്രപഞ്ച അനുസരിച്ച് ജീവിക്കാനായിട്ടില്ല. ആദ്യം നമ്മൾ ഹൗസ് ക്ലീനിങ് നടത്തണം. ഹൗസ് ക്ലീനിങ്ങിന് വീട് വൃത്തിയാക്കിയിട്ടില്ല. ഞാൻ പറയണത് നമ്മുടെ ഉള്ളിലെ അശുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് അഴുക്കുകൾ, ഉള്ളിലെ അഴുക്കുകളെല്ലാം മാറ്റിയാലാണ് നമ്മൾ പ്രപഞ്ചത്തോട് ഒന്നിക്കാനും പ്രപഞ്ച നിയമം പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാൻ പറ്റും. എന്നാൽ നമ്മൾക്ക് തന്നെ അറിയാം, നമ്മൾ ജനിക്കുന്ന സ്ഥലവും നമ്മൾ ഏത് കുടുംബത്തിലാണ് ജനിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ കഴിവുകളുണ്ട്. ഇതൊന്നും നമ്മുടെ യാതൊരു രീതിയിലും നമ്മുടെ കൺട്രോളിലില്ലാത്ത കാര്യങ്ങളാണ്. എന്നാൽ നമുക്ക് കൺട്രോളുള്ള കാര്യങ്ങൾ എവിടെ ജനിച്ചാലും അവിടുത്തെ സാഹചര്യങ്ങളോടും അവിടുത്തെ എൻവയോൺമെൻറ്റിനോടും നമ്മൾ എങ്ങനെ പ്രതികരിക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാം. പുറത്തുള്ളത് എന്തോ ആയാലും നമ്മളുടെ ഇൻറ്റേർണൽ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എങ്ങനെ സംരക്ഷിക്കണമെന്നും അത് ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ ഉന്നമനത്തിനും നമ്മൾ വിചാരിക്കുന്ന ഡ്രീമിലേക്കും പോകാൻ വേണ്ടിയിട്ട് ഏതൊക്കെ രീതിയിൽ നമുക്കത് ഉപയോഗിക്കണം എന്ന് നമുക്കറിയാമെങ്കിൽ കുറേയൊക്കെ നമുക്ക് നമ്മളുടെ സാഹചര്യങ്ങളെയും നമ്മുടെ വിധിയെല്ലാം നമ്മുടെ കൈകളിൽ എടുക്കാൻ സാധിക്കും.